നിങ്ങൾ 48 മണിക്കൂർ നോൺ സ്റ്റോപ്പ് യാത്ര ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു യാത്രയിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി പായിൽ നിന്ന് ചാങ്മയിലേക്കുള്ള ഫസ്റ്റ് വൺ തന്നെ കയറി. കൃത്യം 7:30 ആയപ്പോൾ തന്നെ വണ്ടി എടുത്തു. ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ടായിരിക്കണം ഞാനും യാസിനും മാത്രമേ വണ്ടിയിലുള്ളൂ. നമ്മുടെ ലക്ഷ്യം ചാങ്മൈ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. വേറെ ആരും വണ്ടിയിൽ ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, 762 വളവുകളും പുള്ളിക്കാരൻ ഞങ്ങളെ സ്വർഗം കാണിച്ചു. അങ്ങനെ തലകറങ്ങി എങ്ങനെയൊക്കെയോ ചാങ്മൈ എത്തി. ഇതാണ് ചാങ്മൈ ഇന്റർനാഷണൽ എയർപോർട്ട്. ഇനി ഇവിടെ നിന്ന് 5:45 ഞങ്ങൾക്ക് ബാങ്കോക്കിലേക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെ ബോർഡിംഗ് പാസ് എടുത്ത് നേരെ ഫ്ലൈറ്റിൽ കയറി. ചാങ്മൈ ടു ബാങ്കോക്ക് 1 മണിക്കൂറാണ് ഫ്ലൈയിങ് ടൈം വരുന്നത്. അങ്ങനെ 7 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ബാങ്കോക്കിലെ സുവർണഭൂമി എയർപോർട്ട് എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലേക്കാണ്. പക്ഷേ ഫ്ലൈറ്റ് വരാൻ നാളെ രാവിലെ ആകും. അങ്ങനെ സമയം കളയാൻ വേണ്ടി എയർപോർട്ടിൽ ഒരു റൗണ്ട് കറങ്ങിയതിനു ശേഷം റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാൻ കയറി. കയ്യിലെ കാശ് മുഴുവൻ തീരാറായതുകൊണ്ട് റൂം എടുത്ത് കാശ് കളയാൻ തോന്നിയില്ല. പിന്നെ എയർപോർട്ടിന്റെ ഏറ്റവും താഴെ എല്ലാവരും കിടക്കുന്ന ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് കുറച്ചുനേരം അവിടെ കിടന്നുറങ്ങി. അങ്ങനെ ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെക്കിൻ ടൈം ആയി. പിന്നെ ബോർഡിംഗ് പാസും എടുത്ത് രാവിലെ 8 മണി ആയപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ കയറി. എന്റെ വിൻഡോ സീറ്റ് തട്ടിയെടുത്തിട്ടുള്ള കൊലച്ചിരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കണ്ടാലും മതിവരാത്ത ഒരുപിടി മനോഹര ഓർമ്മകൾ സമ്മാനിച്ച തായ്ലൻഡിനോട് ഞങ്ങൾ വിട പറഞ്ഞു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 3.5 മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റ് ബാംഗ്ലൂർ കമ്പഗൌഡ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു ഊബറും വിളിച്ച് നേരെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ KSRTCയുടെ 2 വണ്ടികളും വന്ന് കിടപ്പുണ്ട്. ഇനി ഇത് കയറി നേരെ വീട്ടിലേക്ക്. അങ്ങനെ 15 ദിവസത്തെ ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പ് അവസാനിച്ചെങ്കിലും ഉടനെ തന്നെ പുതിയ യാത്രകളുമായി സഞ്ചാരം തുടരും.